Network News is brought to you in association with Pavan Gold House, Old Bus Stand, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1930. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏഴോം തമ്പുരാൻ കുന്ന് ഇടിച്ചു നിരത്തുന്നത് 2ാം ദിവസവും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നിടിക്കൽ നിർത്തിവെപ്പിച്ചു. കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. വൈകിട്ടോടെ പയ്യന്നൂർ ടൗണിൽ റോഡ് ഷോയും നടന്നു. മാടായിപ്പാറ സംരക്ഷണത്തിന് കമ്പിവേലി പുനഃസ്ഥാപിക്കണമെന്ന് മാടായി എൻവയൺമെന്റൽ കൺസർവേഷൻ ഗ്രൂപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു. സൂര്യകാന്തി ശോഭയിൽ കണ്ണപുരം അയ്യോത്ത് പാടശേഖരം. അയ്യോത്ത് AK പ്രകാശിന്റെ നേതൃത്വത്തിലാണ് സൂര്യകാന്തി കൃഷി ചെയ്തത്. വാർത്തകൾ വിശദമായി. ഏഴോം തമ്പുരാൻ കുന്നിടിച്ചു നിരത്തുന്നത് 2ാം ദിവസവും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നിടിക്കൽ നിർത്തിവെപ്പിച്ചു. ഏഴോം തളിപ്പറമ്പ് റോഡരികിലുള്ള തമ്പുരാൻ കുന്ന് ഇടിച്ചു നിരത്തി ചെമ്മണ്ണും കല്ലും കടത്തിക്കൊണ്ടുപോകുന്നത് പ്രദേശവാസികളുടെ ഉപരോധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം നിർത്തിവെച്ച പ്രവൃത്തി ഇന്ന് വീണ്ടും തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും സ്ഥലത്തെത്തി മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്ന വാഹനം തടഞ്ഞ വിവരം പറഞ്ഞ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി പോലീസ് സംഘം സ്ഥലത്തെത്തി. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ മണ്ണെടുപ്പിന് അനുമതി നൽകിയ ജില്ലാ ജിയോളജിസ്റ്റിന്റെ ഉത്തരവിൽ പറഞ്ഞ ഉപാധികൾ ലംഘിച്ചുകൊണ്ടാണ് കുന്നിടിക്കുന്നതെന്നും അനുമതി തന്നെ നിയമവിരുദ്ധമായാണ് നൽകിയതെന്നും പരിസ്ഥിതി പ്രവർത്തകർ പോലീസിനെ ബോധ്യപ്പെടുത്തി. തുടർന്ന് ജില്ലാ ജിയോളജിസ്റ്റുമായി പോലീസ് ബന്ധപ്പെടുകയും സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി നിയമവിരുദ്ധമായി നടപടി ഒന്നുമില്ല എന്ന നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതുവരെ മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാർ സംഭവ സ്ഥലത്തു നിന്നും പിരിഞ്ഞുപോയി. ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി ഭാരവാഹികളായ N സുബ്രഹ്മണ്യൻ, KP ചന്ദ്രാംഗതൻ, KE കരുണാകരൻ, രാജൻ കുട്ടമത്ത് എന്നിവരും പ്രദേശവാസികളായ പ്രകാശൻ ചെങ്ങൽ, രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ഉപരോധത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. കാലിക്കടവിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. വൈകിട്ട് പയ്യന്നൂർ നഗരത്തിൽ സ്ഥാനാർത്ഥി റോഡ് ഷോയും നടത്തി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. കാലിക്കടവിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. വൈകിട്ട് പയ്യന്നൂർ നഗരത്തിൽ സ്ഥാനാർത്ഥി റോഡ് ഷോയും നടത്തി. BJP ദേശീയ കൌൺസിൽ അംഗം പ്രമീള സി നായക്, BJP കണ്ണൂർ ജില്ലാ സെൽ കോർഡിനേറ്റർ കാളീശ്വരം ഗംഗാധരൻ, മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പുഷ്പ ഗോപാലൻ, സംസ്ഥാന സമിതി അംഗം C നാരായണൻ, മണ്ഡലം പ്രസിഡന്റുമാരായ പനക്കീൽ ബാലകൃഷ്ണൻ, സന്തോഷ് കൊട്ടാരം, ജില്ലാ കമ്മിറ്റി അംഗം MB രവീന്ദ്രൻ, രമ സനൽ, മണ്ഡലം സെക്രട്ടറിമാരായ മുരളി, രവീന്ദ്രൻ, പെരിങ്ങോ മണ്ഡലം സെക്രട്ടറി രജനി, യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി നിബിൻ പുഞ്ചക്കാട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീകാന്ത്, ധനേഷ്, മനോഹരൻ എന്നിവർ പര്യടനത്തിൽ പങ്കെടുത്തു.
നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാടായിപ്പാറ സംരക്ഷണത്തിന് കമ്പിവേലി പുനഃസ്ഥാപിക്കണമെന്ന് മാടായി എൻവയോൺമെന്റൽ കൺസർവേഷൻ ഗ്രൂപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു. മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എൻവയോൺമെന്റൽ കൺസർവേഷൻ ഗ്രൂപ്പ് മാടായിയുടെ 31ാം വാർഷികത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ വടുകുന്ത തടാകക്കരയിൽ ഒത്തുകൂടി. മാടായിപ്പാറയിലെ ചൈന ക്ലേ ഫാക്ടറിയുടെ ഖനനം വടുകുന്ത തടാകത്തിനും നാടിനും കടുത്ത ഭീഷണി ഉയർത്തിയപ്പോഴാണ് ഇതിനെ ചെറുക്കാൻ 21 പേർ 31 വർഷം മുൻപ് ECG എന്ന സംഘടന രൂപീകരിച്ചത്. മാടായിപ്പാറയിൽ ദേവസ്വം നിർമ്മിച്ച കമ്പിവേലി പലയിടത്തും തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണെന്നും ഇത് പുനഃസ്ഥാപിക്കുവാൻ നടപടി വേണമെന്നും ECG മാടായി ആവശ്യപ്പെട്ടു. മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി കൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ സമരമാണ് പിന്നീട് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നത്. മാടായിപ്പാറ സംരക്ഷണ സമിതി എന്നുള്ള നിലയിൽ ഉയർത്തി ഇന്നത്തെ നിലയിൽ എത്തിച്ച് മാടായിപ്പാറയെ ഇന്ന് നിലനിർത്തിയിരിക്കുന്നത്. അതിന് ഒട്ടേറെ പേരുടെ ത്യാഗങ്ങളുണ്ടായിട്ടുണ്ട്. ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ളവർ വരെ മരണപ്പെട്ട ഒരുപാട് ആളുകൾ മുതൽ ഒരുപാട് ആളുകളുടെ സഹകരണവും അവരുടെ ത്യാഗവും ഇതിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെ ഞങ്ങളിപ്പോൾ സ്മരിക്കുകയാണ് ഇവിടെ വെച്ച് ചെയ്യുന്നത്. ഇത് വരുന്ന ഈ പുതിയ തലമുറക്ക്, അതായത് ഒരു 30 വയസ്സിന് മുമ്പുള്ള തലമുറക്ക് ഒന്നും ഇതിനെക്കുറിച്ച് വലിയ ബോധം ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെയുള്ള ഒരു തലമുറ ഇതിനു വേണ്ടി ശ്രമം നടത്തിയതിൻ്റെ പിന്നാലെ കൊണ്ടാണ് ഇന്നിവിടെ നിലനിൽക്കുന്നത്. കൺവീനർ KP ചന്ദ്രാംഗതൻ അധ്യക്ഷത വഹിച്ചു. VP മുഹമ്മദ് അലി, P മുഹമ്മദ് അഷ്റഫ്, K കുമാരൻ, M സോമൻ, VP ചന്ദ്രൻ, P ശേഖരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സൂര്യകാന്തി ശോഭയിൽ കണ്ണപുരം അയ്യോത്ത് പാടശേഖരം. അയ്യോത്തെ K പ്രകാശിന്റെ നേതൃത്വത്തിലാണ് സൂര്യകാന്തി കൃഷി ചെയ്തത്. കർണാടകയിലെയും മറ്റും പൂപ്പാടങ്ങളെ അനുസ്മരിപ്പിക്കും വിധമാണ് കണ്ണൂർ ജില്ലയിലെ അയ്യോത്ത് വയലിൽ സൂര്യകാന്തി പൂക്കൾ പൂത്തുനിൽക്കുന്നത്. അയ്യോത്തെ K പ്രകാശനും സുഹൃത്തുക്കളും ചേർന്നാണ് സൂര്യകാന്തി കൃഷി ചെയ്തത്. കാളപൂട്ടിയ പാടത്ത് 2 കിലോ സൂര്യകാന്തി വിത്താണ് വിതച്ചത്. ഏകദേശം 2 മാസം കൊണ്ട് ഇവ പൂത്തു തുടങ്ങി. ഇപ്പോൾ ഏവരുടെയും മനം കവരും വിധത്തിൽ മനോഹരമാണ് ഈ സൂര്യകാന്തിപ്പാടം. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് സൂര്യകാന്തി പൂ കൃഷി നടത്തുമെന്നാണ് പ്രകാശൻ പറയുന്നത്. എൻ്റെ പേര് പ്രകാശൻ. എൻ്റെ ഒരു സുഹൃത്തുമുണ്ട് പ്രകാശൻ, C പ്രകാശൻ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പരീക്ഷണം എന്ന നിലയിൽ നമ്മൾ ഒരു 2 കിലോ വിത്ത് വാങ്ങി ഒരു 20 സെൻറ്റിൽ ഇവിടെയും 15 സെൻറ്റിൽ ഞങ്ങളുടെ വീട്ടിലവിടെയും വിട്ടിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിലുള്ള ഒരു വളവാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മോശമില്ലാത്ത രീതിയിലാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടില്ല. അവിടെ ഇട്ടത് ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അടുത്ത പോലെ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിന് നമ്മളൊരു പരിചരണം നമ്മൾ കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് വളർത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അടുത്ത തവണ കൂടുതൽ സ്ഥലത്ത് നമ്മൾ ഇതൊന്നും ചെയ്യണമെന്നാണ് വിശ്വസിക്കുന്നത്. കൃഷിയിൽ പുത്തൻ പരീക്ഷണം നടത്തുന്ന യുവതലമുറ കാർഷിക രംഗത്തിന് മുതൽക്കൂട്ട് തന്നെയാണ്. ഇത്തരം കൃഷിയുമായി കർഷകർ മുന്നോട്ട് വരുമ്പോൾ ഇതിന്റെ വിപണന സാധ്യത കൂടി ഒരുക്കേണ്ടതുണ്ട്. കണ്ണപുരത്തിന്റെ നെല്ലറയായ അയ്യോത്ത് വയലിൽ പ്രകാശൻ തീർത്ത ഈ സൂര്യകാന്തിപ്പാടം ഏറെ മാതൃകാപരമാണ്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വാർത്തകൾ തുടരുന്നു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു. ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു. തരണനെല്ലൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട്, CN നാരായണൻ നമ്പൂതിരിപ്പാട്, അനൂപ് നമ്പൂതിരിപ്പാട്, രാമനുണ്ണി നമ്പൂതിരിപ്പാട്, കൊട്ടാരം ജയരാമൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവരും ക്ഷേത്രം മേൽശാന്തി, കീഴ്ശാന്തി തുടങ്ങിയവരും ചേർന്ന് രാവിലെ മുളപൂജ, ബ്രഹ്മകലശാഭിഷേകം, പരികലശാഭിഷേകം, അവസ്രോപപ്രോക്ഷണം, അനുജ്ഞാബലി തുടങ്ങിയ പൂജകൾ നടന്നു. ഇന്ന് അനുജ്ഞാ കലശമാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് ആടിയിട്ടുള്ളത്. ഈ അനുജ്ഞാ കലശത്തിൽ അതുപോലെ തന്നെ ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ശയ്യാ പൂജയുണ്ട്. അവിടെയും കഴിയുന്ന ദിവസം ചതുർത്ഥ ബ്രഹ്മനുണ്ട്. അവിടെയും ഈ 3 സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രാധാന്യമർഹിക്കുന്ന 9ഓളം വിത്തുകൾ മുളപ്പിച്ച് അത് ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പൂജയിൽ ഉപയോഗിക്കും. അതിന് ഒരു ശാസ്ത്രീയത
സാധാരണഗതിയിൽ ഇവിടെ നടക്കുന്ന ഈ 11 ദിവസം നടക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ ഒരു ചികിത്സയുടെ ഭാഗമാണ്. മാർച്ച് 25 വരെയാണ് കലശ മഹോത്സവം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ EMS പഠന കേന്ദ്രം EMS ഓർമ്മദിനം ആചരിച്ചു. രക്തസാക്ഷി നഗറിൽ നടന്ന അനുസ്മരണ പരിപാടി ഡോക്ടർ റഫീഖ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ EMS ഓർമ്മദിനത്തിൽ EMS അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. രക്തസാക്ഷി നഗറിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റഫീഖ് ഇബ്രാഹിം അനുസ്മരണ പ്രഭാഷണം നടത്തി. P. നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് മാസ്റ്റർ, ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഈസ്റ്റ് എളേരി വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കായി അതിജീവനോത്സവം പട്ടിണിരഹിത ഗ്രാമം പദ്ധതി ഉദ്ഘാടനവും കമ്പല്ലൂരിൽ നടന്നു. ചടങ്ങ് ഈസ്റ്റ് എളേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് എളേരി വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കായി അതിജീവനോത്സവവും പട്ടിണിരഹിത ഗ്രാമം പദ്ധതി ഉദ്ഘാടനവും കമ്പല്ലൂരിൽ നടന്നു. ചടങ്ങ് ഈസ്റ്റ് എളേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത്. തിരക്കുണ്ട്. ഞാൻ ഇന്നിപ്പോ ചങ്ങനാശ്ശേരിയിൽ അവിടെ എന്റെ മോളുടെ അടുത്തെത്തേണ്ടതായിരുന്നു. പക്ഷെ ലിജി ഞാൻ നേരത്തെ ഈ പ്രോഗ്രാം ചാപ്പിയിൽ വെച്ചത് കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇന്ന് വൈകുന്നേരം ഞാൻ ചൊവ്വാഴ്ച അവിടെ എത്തും. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഇവരുടെ പരിപാടികൾ കാണണമെന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നമുക്കതുപോലെ തന്നെ ലിജിയെ സംബന്ധിച്ചിടത്തോളം കമ്പല്ലൂര് അല്ല ഞങ്ങൾ വിചാരിക്കാൻ കഴിയുള്ളൂ. പഞ്ചായത്ത് അംഗം ജിജി കമ്പല്ലൂർ അധ്യക്ഷയായി. സർക്കിൾ ഇൻസ്പെക്ടർ പ്രേംലാൽ മുഖ്യാതിഥിയായി. സിവിൽ പോലീസ് ഓഫീസർ ഖലീഫ ഉദനൂർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേഷ് പൂങ്ങോട്, സിവിൽ പോലീസ് ഓഫീസർ സഹദേവൻ, സിസ്റ്റർ ജിസ്മരിയ, നൌഷാദ് മദനി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റും ജ്യോതിഭവൻ സ്പെഷ്യൽ സ്കൂളും ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ 14-ാം വാർഡും മുൻകൈയെടുത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മാടായി തിരുവർക്കാട്ടുകാവ് പൂരോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. പൂരോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. മാടായിക്കാവ് പൂരോത്സവത്തിന്റെ ഭാഗമായി ദിവസേന വിവിധ കലാപരിപാടികൾ നടന്നുവരികയാണ്. സുധാ കരിപ്പാട്, സാധന സമിതി കോഴിക്കോട്, ദേവി മഹാത്മ്യ പാരായണം, കീഴ്ത്തള്ളി ശിവക്ഷേത്രം സമിതിയുടെ തിരുവാതിര, അഷ്ടപതി ഗ്രൂപ്പ് ശാസ്താംകുളം, വെങ്ങര മെഗാ തിരുവാതിര, മൈത്രി തിരുവാതിര ഗ്രൂപ്പ് തളിപ്പറമ്പ് തുടങ്ങി ദിനേന വിവിധ കലാപരിപാടികളാണ് നടന്നുവരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊഴുമ്മൽ ശ്രീ മാക്കീൽ മുണ്ട്യക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രം പൂരമഹോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളിയും പൂരക്കളിയും അരങ്ങേറി. കേരള പൂരക്കളി കലാ അക്കാദമി കൊഴുമ്മൽ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊഴുമ്മൽ ശ്രീ മാക്കിൽ മുണ്ടിക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി മരത്തുകളി നടന്നു. മരത്തുകളിയിൽ കൊഴുമ്മൽ ശ്രീ മാക്കിൽ മുണ്ടിക്കാവിനെ പ്രതിനിധീകരിച്ച് ചന്ദേര നാരായണൻ പണിക്കരും, തവിടുശ്ശേരി ശ്രീ പുലിയൂർക്കാളി ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് കുണിയൻ നാരായണൻ പണിക്കരും സംവാദത്തിലേർപ്പെട്ടു. പാലക്കാട് ഉദയൻ മാസ്റ്റർ മരത്തുകളി നിയന്ത്രിച്ചു. അതുപോലെ തന്നെ 2 ക്ഷേത്രക്കാരനും 1-ാം നിര മുതൽ 18-ാം നിരം വരെയുള്ള പൂരമാലയും അതുപോലെ തന്നെ വൻകളിയും ഇവിടെ നടത്തി വരികയാണ്. ഈ ഉത്സവം അതുപോലെ തന്നെ നാടകാട്ടം, അവർ യോഗി എല്ലാം കൂടി നാടകം യോഗി കൂടിയാണ് ഈ പരിപാടി ഇവിടെ തുടർന്ന് കേരള പൂരക്കളി കലാ അക്കാദമി കൊഴുമ്മൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൂരക്കളിയും നടന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.
പെരളം ലോക്കൽ യുവജന കൺവെൻഷൻ സ്വാമിമുക്കിൽ നടന്നു. SFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു പ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സ്വാമിമുക്കിൽ നടന്ന പെരളം ലോക്കൽ യുവജന കൺവെൻഷൻ SFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം ഇന്ത്യയിലെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വെച്ചു. ആ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു തൊഴിലില്ലായ്മ പെരുകുന്ന ഇന്ത്യ മഹാരാജ്യത്തെ യുവതലമുറയുടെ മുന്നിലേക്ക് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം വെച്ചത് 1 വർഷം 2 കോടി തൊഴിലവസരങ്ങൾ. അങ്ങനെ 5 വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഈ രാജ്യത്ത് 10 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നതായിരുന്നു. കാസർഗോഡ് പാർലമെന്റിൽ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി യുവജനങ്ങൾ രംഗത്തിറങ്ങുമെന്ന് കൺവെൻഷനിൽ അറിയിച്ചു. RK രാഹുൽ അധ്യക്ഷത വഹിച്ചു. T ഗോപാലൻ, K മധു, CV രഹിനേജ്, K മനുരാജ്, AK സുമേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തായിനേരി ശ്രീ വിശ്വകർമ്മ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. നിരവധി പേർ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകളിൽ പങ്കെടുത്തു. തായിനേരി ശ്രീ വിശ്വകർമ്മ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രം പുരോഹിതർ ബ്രഹ്മശ്രീ രമേശനാചാര്യയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നടത്തുറക്കൽ, ദീപാരാധന, കലശസ്ഥാപനം, പുണ്യാഹം, സങ്കല്പപൂജ, കലശപൂജ, മംഗളാരതി തുടങ്ങിയ ഉത്സവ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലളിതാ സഹസ്രനാമാർച്ചനയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുതിയ ആധാർ കാർഡ് എടുക്കൽ, തെറ്റുതിരുത്തൽ, ബയോമെട്രിക് അപ്ഡേഷൻ, ചെറിയ നിരക്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ അപകട ഇൻഷുറൻസ് എടുക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കായി ബ്രദേഴ്സ് ക്ലബ്ബ് തപാൽ വകുപ്പുമായി ചേർന്നൊരുക്കുന്ന തപാൽ മേള മാർച്ച് 22 വെള്ളിയാഴ്ച പയ്യന്നൂർ മൂരിക്കോവൽ BSNL ക്വാർട്ടേഴ്സ് പരിസരത്ത് രാവിലെ 10 മണി മുതൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏഴോം തമ്പുരാൻ കുന്ന് ഇടിച്ചു നിരത്തുന്നത് 2ാം ദിവസവും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നിടിക്കൽ നിർത്തിവെപ്പിച്ചു. കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. വൈകിട്ടോടെ പയ്യന്നൂർ ടൗണിൽ റോഡ് ഷോയും നടന്നു. മാടായിപ്പാറ സംരക്ഷണത്തിന് കമ്പിവേലി പുനഃസ്ഥാപിക്കണമെന്ന് മാടായി എൻവയൺമെന്റൽ കൺസർവേഷൻ ഗ്രൂപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു. സൂര്യകാന്തി ശോഭയിൽ കണ്ണപുരം അയ്യോത്ത് പാടശേഖരം. അയ്യോത്ത് AK പ്രകാശിന്റെ നേതൃത്വത്തിലാണ് സൂര്യകാന്തി കൃഷി ചെയ്തത്. ഈ ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.